എന്നല്ലാതെ ഈ ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുക്കുമെന്നതിന് ശാസ്ത്രം ഒരു പിന്തുണയും നൽകുന്നില്ല. ഈ സമയം MC² എന്ന് പറയുന്ന ആപേക്ഷികതാ സിദ്ധാന്തം തന്നെ ഊർജം പദാർത്ഥമായും പദാർത്ഥം ഊർജമായും രൂപാന്തരപ്പെടുമെന്നല്ലാതെ ശൂന്യതയിൽ നിന്ന് പദാർത്ഥമുണ്ടാകുന്നു എന്ന അർത്ഥത്തിൽ ആ പദപ്രയോഗം ആ ശാസ്ത്ര വസ്തുത നമ്മെ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. പക്ഷേ സായിബാബ അത് ചെയ്തുകൊണ്ടാണ് ഭക്തന്മാർ, അതും പണ്ഡിതന്മാരായ ശാസ്ത്രകാരന്മാരായ നേതാക്കന്മാർ കൂടെ നിന്നുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൾദൈവങ്ങളുടെ പ്രചരണത്തിൽ യഥാർത്ഥത്തിൽ വസ്തുതകൾ മാത്രമല്ല, നേരെ മറിച്ച് കാപട്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സായിബാബയുടെ ആശ്രമത്തിൽ തന്നെ 6 പേർ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം 1993 ഉണ്ടായി. ആ 6 പേർ അദ്ദേഹത്തിന്റെ ഭക്തന്മാരായിരുന്നു. എന്താണ് കാരണമെന്നത് അവർക്ക് തന്നെ അറിയൂ. എങ്കിലും കൊല നടന്നത് അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികളായ സെക്യൂരിറ്റി സ്റ്റാഫിലടക്കമുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അതേ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്താൻ സായിബാബയുടെ പരിസരത്തിലുള്ള പോലീസ് വിഭാഗത്തിന് സാധിച്ചില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനുമടക്കം അവിടെ വലിയ ബന്ധമാണ്. അവരൊക്കെ ബാബയുടെ കാല് പിടിക്കാൻ പോകുന്നവരാണ്. അതുകൊണ്ട് ബാബയുടെ ആശ്രമത്തിൽ നടന്ന കൊലപാതകം പോലും അന്വേഷിക്കാൻ ആളില്ല എന്ന ഒരു വസ്തുത കടന്നു വരുന്നു. ശ്രീമാൻ B. പ്രേമാനന്ദ് ഇറക്കിയിട്ടുള്ള സായിബാബയെ സംബന്ധിച്ച ഒരു പ്രസിദ്ധമായ കൃതിയിൽ ഈ വസ്തുതകൾ മുഴുവൻ, ആ കേസിന്റെ കൊലപാതകത്തിന്റെ വസ്തുതകൾ മുഴുവൻ തുറന്നു പറയുകയും അത് കേസെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി അവസാനം പരാജയപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളതെന്ന് ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഭാഗത്ത് ദിവ്യാത്ഭുതങ്ങളുടെ വഞ്ചന, മറുഭാഗത്ത് കൊലപാതകങ്ങളുടെ നിര. ഇത് രണ്ടും ആൾദൈവങ്ങൾ കാണിക്കുന്നു. ആ ആൾദൈവങ്ങൾക്ക് സമൂഹത്തിൽ വലിയ മാന്യതയോ? എന്ത് പറ്റി നമ്മുടെ സമൂഹത്തിന്, കേരളീയ സമൂഹത്തിനെന്ന്, ഇന്ത്യൻ സമൂഹത്തിനെന്ന് നാം ആലോചിച്ച് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയി എത്രയെത്ര കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ആളുകളെ കൂട്ടുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അവരുടെ ആശ്രമത്തിൽ ഒരു ദിവസം അവരിയ്ക്കുമ്പോൾ മുൻഭാഗത്ത് നിന്ന് ഒരു കുഷ്ഠരോഗി കടന്നു വന്നു അത്രേ. ആ കുഷ്ഠരോഗി അടുത്ത് വന്നപ്പോൾ അമ്മ മകനെ വിളിക്കുന്നു, മകനെ വരൂ. അങ്ങനെ പിടിച്ച് അടുത്തിരുത്തി തൻ്റെ മടിയിലിരുത്തി അത്രേ. മടിയിലിരുത്തിയിട്ട് അമ്മ ചെയ്തത് പഴുത്തളിഞ്ഞ് ചീഞ്ഞളിഞ്ഞ വിരലുകൾ അറ്റുപോയ മനുഷ്യന്റെ കൈവിരലുകളിലെ ചലം പോലും തൻ്റെ കൈ വായിലിട്ട് നക്കി തോർത്തി കഴിഞ്ഞപ്പോൾ ഇയാളുടെ കൈവിരലുകൾ പഴയ അവസ്ഥയിൽ പൂർണ്ണമായി വളർന്നു. ആ കുഷ്ഠരോഗി പുതിയ ജീവൻ കിട്ടിയ പോലെ രക്ഷപ്പെട്ടു എന്ന് പ്രചാരവേല അവരെ ആശ്രമത്തിലെ വാസികൾ എല്ലാ ഘട്ടങ്ങളിലും പ്രചരിപ്പിച്ചു പോകുന്നൊരു വസ്തുതയാണ്. അവരുടെ തന്നെ ഒരു മനോലോകം എന്ന് പറഞ്ഞ മാസിക 1995 ഈ വസ്തുത അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ സ്വന്തം പേര് വെച്ച് എഴുതിയതിൻ്റെ കഥ എനിക്കറിയാം. ഞാനതിനെക്കുറിച്ച് അന്വേഷണം നടത്തി നോക്കി. ആ എഴുത്തുകാരനോട് എഴുതി, ഏതാണ് ഈ കുഷ്ഠരോഗി, രോഗമാറിയ രോഗിയുടെ പേരെന്താണ്, ഏതാണ് അയാളുടെ ഗ്രാമം, പോസ്റ്റേജ് എന്താണ്, ഫാദർ പേരെന്താണ് തുടങ്ങിയ വിവരങ്ങൾക്ക് വേണ്ടി എഴുതിയപ്പോൾ യാതൊരു മറുപടിയും അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല. ഇത് കാണിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നത് കള്ളമാണ്. ഞാൻ ചോദിക്കട്ടെ, കുഷ്ഠരോഗിയുടെ കൈവിരലുകൾ വായിൽ വെച്ച് ഇങ്ങനെ നക്കിയാൽ ആ കുഷ്ഠരോഗം പൂർണ്ണമായി മാറി രോഗിയുടെ അറ്റുപോയ വിരലുകൾ പോലും മുളപ്പിക്കാൻ കഴിവ് അമ്മയുടെ തുപ്പലിനുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട അമ്മേ, നിങ്ങളൊരു വിശിഷ്ട വ്യക്തി തന്നെ, സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ എടപ്പള്ളിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വിശിഷ്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയില്ലേ, അവിടെ തുപ്പൽ ചികിത്സ നടത്തിയാൽ പോരെ? ആധുനിക വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കൊണ്ടുവന്നും വലിയ ചെലവിലുള്ള ഓപ്പറേഷൻ നടത്തേണ്ട കാര്യമുണ്ടോ? ഈ അമ്മയുടെ അച്ഛനെ തന്നെ 1979 കൊല്ലത്തൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ നടത്തിയതായിട്ടുള്ള വാർത്തയുണ്ട്. അമ്മയുടെ അച്ഛനെ, മാതാ അമൃതാനന്ദയുടെ അച്ഛന് സൂക്കേട് വന്നാൽ ആശുപത്രി, അവിടെ തുപ്പലില്ല, അവിടെ മറ്റ് ആത്മീയ ചികിത്സയില്ല, അവിടെ നാടൻ വൈദ്യന്റെ ആയുധങ്ങളെ തന്നെയാണ് പ്രയോജനപ്പെടുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇവരുടെ ആത്മീയവാദപരമായ ഈ ദിവ്യാത്ഭുതപരമായ അവകാശവാദങ്ങൾ മുഴുവൻ ശുദ്ധ കളവാണെന്നാണ്. ഈ 2 ദൈവങ്ങൾ മാത്രമല്ല, കേരളത്തിലെന്നറിയപ്പെടുന്ന 50ഓളം ദൈവങ്ങളും ഈ പ്രക്രിയയുടെ ഭാഗമാണ്. കുഞ്ഞുണ്ണി ദൈവം എന്നൊരു ദൈവമുണ്ട്. മുമ്പ് കുടിയനായിരുന്നു. അസഭ്യ ഭാഷകളെ ഇപ്പോഴും ദൈവം സംസാരിക്കൂ. പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് ഗ്രാമത്തിലാണ് ഇപ്പോൾ അയാൾ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിയപ്പം വഴിപാട്, പുഷ്പാഞ്ജലി, മുറുക്കാൻ കൊടുക്കൽ, ഇതിനൊക്കെ ടിക്കറ്റ് എടുത്താൽ മാത്രമേ കാണാൻ സാധിക്കൂ. ഇയാളെ കാണണമെങ്കിൽ 100 രൂപ ഭോജനം ടിക്കറ്റ് എടുക്കണം. മാറാരോഗങ്ങൾക്ക് തലോടൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ചികിത്സ. വിവാഹം, സന്താന ഭാഗ്യം, കലഹപരിഹാരം, എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം നേടിക്കൊടുക്കുന്നു. നമ്പർ 1 കുഞ്ഞുണ്ണി ദൈവത്തിന്റെ ഗുണം. രണ്ടാമത്തൊരു ദൈവം പൊന്നമ്മ ദേവി, നാരദ രൂപിണി എന്നാണ് അവരുടെ വിശേഷണം. പത്തനംതിട്ട ജില്ലയിലാണ്. ശാന്തിമല ദേവസ്ഥാനം, ഇടയാറന്മുള. ഒരു രാത്രി കുഞ്ഞുണ്ണി, പൊന്നമ്മ രണ്ടാളും, 2 കുഞ്ഞുണ്ണി ദൈവവും പിന്നെ ഈ പൊന്നമ്മ ദൈവവും രണ്ടാളും അങ്ങനെ ആ അസഭ്യ സന്ദർഭത്തിൽ
സദാചാരവിരുദ്ധ സാഹചര്യത്തിൽ കണ്ടുപിടിക്കപ്പെടുകയും ബഹുജനം പൂശുകയും ചെയ്തൊരു വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അനുഗ്രഹം കിട്ടാൻ കുഞ്ഞുണ്ണിയുടെ കുറിപ്പ് വേണം. ഭക്തയെ പിടിച്ച് കുഞ്ഞുണ്ണി അങ്ങനെ ഒരു പെൺകുട്ടിയെ ഈ കുഞ്ഞുണ്ണി പിടിച്ചു. അതിന്റെ ഫലമായി ഭക്തന്മാർ ഒന്നിച്ച് പെരുമാറി. അതിന്റെ ഫലമായി കുഞ്ഞുണ്ണി ദൈവം സ്ഥലം വിട്ടു എന്നാണ് വാർത്ത. പ്രഹ്ലാദൻ സ്വാമി ആശാരി കുടുംബം ആശ്രമം തുടങ്ങി. ഓം ഗുരുകുലം ആണ് ആശ്രമത്തിന്റെ പേര്. ചാവക്കാട് കോഴിക്കുളങ്ങരയാണ് വീട്. വിരഹിണികൾ ആശ്രമത്തിലെത്തി. ഉഷ ശിവഭക്തയാണ്. അവരുടെ അസുഖം മാറാൻ ശിവപാർവതി പരിണയം വേണമെന്നായി. ശിവപാർവതി പരിണയം നടന്നത് ഈ ആശ്രമത്തിലെ ഒരു കുളിമുറിയിലാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴും ഞാൻ ഇനി കൂടുതൽ പറയാൻ എൻ്റെ നാവ് അനുവദിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുടെ ഫലമായി ആ ദൈവം മെല്ലെ നാടുവിടേണ്ടി വന്നു. ചെല്ലപ്പൻ ആശാരി ഫർണിച്ചർ കടക്കാരനായിരുന്നു മുമ്പ്. മാവേലിക്കര കുവൈത്തിലാണ് പോയി. അവിടെ നിന്നാണ് അയാൾ ദൈവത്തിൻ്റെ ആ വേഷം കെട്ടി മടങ്ങി വരുന്നത്. അങ്ങനെ അയാൾ അങ്ങനെ ഒരുപാട് ദൈവങ്ങളുടെ 58 ദൈവങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഒരു സർവേയിൽ നേരത്തെ ഞാൻ പറഞ്ഞ മംഗളം പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളും നമുക്ക് ഇതൊക്കെ കപട ദൈവങ്ങളാണ്. ഒരൊറ്റ ദൈവമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ദിവ്യാത്ഭുതം കാണിക്കാൻ ഈ ദൈവങ്ങൾക്ക് കഴിയുക എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ സായിബാബയും മാതാ അമൃതാനന്ദമയും സമൂഹത്തിൽ കെട്ടഴിച്ചു വിടുന്നത് ആൾദൈവങ്ങളുടെ ഒരു കൂട്ടത്തെയാണ്. ആൾദൈവ കൂട്ടങ്ങളുടെ പ്രത്യാക്രമണം കൊണ്ട് ബഹുജന ജീവിതം വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ആൾദൈവങ്ങളുടെ അസംബന്ധങ്ങൾ പിടിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്ര നിയമത്തിന്റെ മോഡൽ ഞങ്ങൾ കേരള മുഖ്യമന്ത്രിക്ക് 2 മാസം മുമ്പ് കൊടുത്തത്. മുഖ്യമന്ത്രി അതിന് അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം പറഞ്ഞിട്ടില്ല. നിയമവകുപ്പ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് വന്നാൽ ഈ തട്ടിപ്പ് ദൈവങ്ങളെ നമുക്ക് അതാത് സ്ഥലത്ത് വെച്ച് അപ്പോൾ പിടിക്കാൻ കഴിയും. അങ്ങനെ കേരളത്തിൽ ആൾദൈവങ്ങളെ മുഴുവൻ അടിച്ചുവാരി കേരളീയ സമൂഹത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ശുദ്ധീകരിക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ആൾദൈവമാണെന്ന് സ്വയം അവകാശപ്പെടാതിരിക്കുകയും ബഹുജനങ്ങൾ ആൾദൈവമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ കേരളത്തിൽ ഇപ്പോൾ നിങ്ങളെ കൈരളിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ശ്രീ 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 രവിശങ്കർ. അദ്ദേഹം 2 പ്രയോജനപ്പെടുത്താറുള്ളൂ. ശ്രീ ശ്രീ രവിശങ്കർ എന്നാണ് വിളിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, 3 തവണ ശ്രീ 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 രവിശങ്കർ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ബഹുമാനിക്കാം. അയാളുടെ സ്ഥിതിവിശേഷം എന്താണ്? അയാൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സുദർശനക്രിയ എന്ന് പറയുന്ന ഒരു വ്യായാമമുണ്ട്. പ്രാണായാമമാണ് ഇതിലെ പ്രധാന പരിപാടി. ആ പ്രാണായാമം അയാളുടെ സവിശേഷമായ കണ്ടുപിടുത്തമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ശുദ്ധ അസംബന്ധമാണ്, അത് കളവാണ്. ഭാരതീയ യോഗശാസ്ത്രത്തിൽ നിന്ന് കടമെടുത്ത ഒരു പ്രതിഭാസത്തെയാണ് അദ്ദേഹത്തിന്റെ വേഷത്തിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവതരണത്തിന് തനിമയുണ്ട്, അത് സത്യമാണ്. കാരണം ഇങ്ങനെ അതിദ്രുതഗതിയിൽ ഈ പ്രാണായാമ സുദർശനക്രിയ നടത്തിയാൽ നിങ്ങളുടെ ആസ്തമ പോലുള്ള രോഗങ്ങൾ പമ്പ കടക്കുമെന്നെല്ലാമുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ തനി സ്വഭാവത്തിലുള്ള ചില പ്രക്രിയകളാണ്. അതൊന്നും ഭാരതീയ യോഗശാസ്ത്രത്തിൽ അത്തരം തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കാറില്ല. പക്ഷേ ഇദ്ദേഹം അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യശാസ്ത്രപരമായി ഈ ദുരിതഗതിയിലുള്ള ഈ സുദർശനക്രിയ ആരോഗ്യത്തിന് ദോഷമാണ്. യോഗശാസ്ത്രപ്രകാരം യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ അതിനുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, മാരകമായ ദോഷഫലങ്ങൾ അതിനുണ്ട് താനും. ഒരു യോഗശാസ്ത്രം പഠിക്കാൻ വരുന്ന ഒരു 3 ദിവസം പരിശീലിക്കാൻ വരുന്ന ഒരാളിരുന്ന് വാങ്ങുന്നത് 700 രൂപ 800 രൂപ. ഞാൻ കഴിഞ്ഞ വർഷം ഞാനടക്കം പങ്കെടുത്തുകൊണ്ട് എൻ്റെ പഞ്ചായത്തിൽ കോട്ടക്കൽ ആയുർവേദശാലയുടെ വിദഗ്ധന്മാരെ പങ്കെടുത്തുകൊണ്ട് ഒരു യോഗശാസ്ത്ര ക്ലാസ് നടത്തി ആളുകൾക്ക് യോഗം പരിശീലിക്കാൻ. കാരണം ഈ പ്രാണായാമം നല്ലതാണ്. ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുകയും പരമാവധി ശുദ്ധവായു നമ്മുടെ ശ്വാസകോശങ്ങളിൽ എത്തിക്കുകയും ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രാണായാമം നല്ലതാണെന്ന് എനിക്കറിയാം. ആ അടിസ്ഥാനത്തിൽ അത് തീരുമാനിക്കേണ്ടത് ആരാണ്? വൈദ്യശാസ്ത്ര വിദഗ്ധന്മാരാണ്. അവരെ കൊണ്ടുവന്നപ്പോൾ അവർ ഒരാളിൽ നിന്ന് വാങ്ങിയത് 12 ദിവസത്തെ പരിശീലനത്തിന് വാങ്ങിയത് 100 രൂപ മാത്രമാണ്. എത്ര പരിശീലന ക്ലാസ്സുകളും വള്ളിക്കുന്നിൽ നടത്താമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അതിനുശേഷം വേറെയും ഒരു ക്യാമ്പ് നടത്തി. ഇനി പല ഭാഗത്തും ഇതിന് പ്രചരണം നൽകി. അങ്ങനെ ക്യാമ്പുകൾ വെറും 100 രൂപയെ കൊണ്ട് 12 ദിവസത്തെ ക്യാമ്പ് കോട്ടക്കൽ ആയുർവേദശാലയിലെ യോഗശാസ്ത്ര വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ മുതലാളിയായ ശ്രീ ശ്രീ രവിശങ്കർ 3 ദിവസത്തെ പരിപാടിക്ക് വേണ്ടി 700-800 രൂപ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് യോഗശാസ്ത്ര രംഗത്തെ സുദർശനക്രിയയെ ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്ന തന്ത്രമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കരിഞ്ചന്ത കച്ചവടക്കാരനെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൈരളിയിൽ അയാളെ ഒരു മഹാനായ ആളായി കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൈരളിയുടെ സദാചാരത്തിന്, രാഷ്ട്രീയ സദാചാരത്തിന് ഉചിതമായ ഒരു പ്രക്രിയ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം അവതരിപ്പിക്കുന്നതിൻ്റെ ബാക്ക്
ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുമ്പോൾ ഈ രവിശങ്കർ